ഇന്നത്തെ ദിവസം എനിക്കൊരു വ്യത്യസ്തമായ ദിവസമാണ്. ഞാൻ എല്ലായിടത്തും നോക്കി, എൻ്റെ കണ്ണട കാണുന്നില്ല. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അതെടുക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഞാൻ എടുക്കാം. അമ്മ എന്തിനാണിപ്പോൾ ഈ വയ്യാത്ത കാലം വെച്ച് ഇങ്ങോട്ട് കയറി വന്നത്? ഞാനിതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിനക്ക് വെച്ചുണ്ടാക്കി തരണേ. അവിടെ ഇരിക്ക്. നീ ഇവിടെ നടക്കണ കാര്യങ്ങൾ വല്ലതും അറിയണ്ട. ഇന്നലെ രാത്രി നിന്റെ പെണ്ണ് എത്രയോ സമയം കറങ്ങി തിരിഞ്ഞിട്ടാ വന്നേ. എന്നിട്ട് ഏതോ ഒരു ചെക്കൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. എൻ്റെ പൊന്നമ്മേ, അവൾക്ക് ജോലി ഉള്ളതുകൊണ്ടല്ലേ അവൾ വൈകി വരണത്. പിന്നെ പോയതാണെങ്കിൽ അവളുടെ കസിൻ്റെ ഒപ്പം, അതും എൻ്റെ കല്യാണത്തിന്. അമ്മയ്ക്കിപ്പോൾ എന്താ? നിന്റെ കണ്ണട എവിടെടാ? കണ്ണട അത് കാണാനില്ല. നീ ആ കണ്ണട വേഗം കണ്ടുപിടിച്ചോ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നവും. എടാ എന്താടാ നിന്റെ പ്രശ്നം? ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലാത്തപ്പോൾ തന്നെ ഭക്ഷണം കൊടുത്ത് കഴിക്കാത്ത ആളാണ് ഞാൻ. ഇന്ന് ഞാൻ തന്നെ ഭക്ഷണം കൊടുത്ത് കഴിക്കാൻ വേണ്ടി പോയി. പോരാത്തതിന് വന്ന വഴിക്ക് ബസ്സിലിരുന്ന് നാട്ടുകാരെ മൊത്തം അപരാധം പറയുന്ന ഒരാളാണ് ഞാൻ. ഇന്നാണെങ്കിൽ ഞാൻ അതും പറഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. വല്ലാത്തൊരു ദിവസമാണിത്. എടാ നീ വിടറാ. പിന്നെ നിനക്ക് മാത്രമല്ല, വേറെ ആൾക്കും വല്ലാത്തൊരു ദിവസമാണ്. അതാർക്കാ? നമ്മുടെ സിഒയ്ക്ക്. എന്തിനി? എടാ നീ മറ്റവള് കയറി പോണത് കണ്ടില്ലേ? എടാ നീയൊക്കെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണേ? അവൾക്ക് ജോലി ഉള്ളതുകൊണ്ടായിരിക്കും അവൾ കയറി പോണത്. എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടാ. നിന്റെ കണ്ണട പെട്ടെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഇവന്റെ ഒക്കെ പ്രശ്നം എന്താണ്? ഇവനെ പോലുള്ളവരാണ് ഈ നാടിന്റെ ശാപം. അവന്റെ കോലം കണ്ടില്ലേ? ഇവന്റെ ഒക്കെ വീട്ടുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. എനിക്കെന്തോ പ്രശ്നമുണ്ട്. എനിക്കെൻ്റെ കണ്ണട തിരിച്ചു വേണം. ഇതല്ലേ എൻ്റെ കണ്ണട? തള്ളേ, ആ പിഴച്ചവളെ എവിടെ?